Dear students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം, കെമിസ്ട്രിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം. ഒരുപാട് തിയറിയും ഒരുപാട് കാൽക്കുലേഷനൊക്കെ ചോദിക്കുന്ന വെരി സ്പെഷ്യൽ ടോപ്പിക്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് തിയറികളാണ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇക്വിലിബ്രിയത്തിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാൻ ചോദിക്കുമ്പോൾ വെരി സിമ്പിൾ റിയാക്ഷൻ AA plus BB becomes CC plus DD എന്നൊരു ജനറൽ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ചോദിക്കുകയാണ്. നമുക്ക് രണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് KC, അടുത്തത് KP. KCയിൽ C ഫോർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷന്റെ ബേസിലാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണണമെങ്കിൽ അതിനെ KC എന്ന് പറയും. പ്രഷറിന്റെ ബേസിലാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണണമെങ്കിൽ നമ്മൾ അതിനെ KP എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണുന്നത്? പ്രൊഡക്റ്റിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ റിയാക്ടന്റിന്റെ വാല്യൂ ആണ്. ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടെ അവരുടെ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ്, ബാലൻസ്ഡ് ഇക്വേഷനിലെ കോഎഫിഷ്യന്റ് നമ്മൾ പവർ ആക്കിയാണ്. അപ്പോൾ KC എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് C റൈസ് ടു C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D റൈസ് ടു D by concentration of A raised to A into concentration of B raised to D. ഇതിൽ പറഞ്ഞ സ്മോൾ ലെറ്റർ A, B, C, D എന്ന് പറഞ്ഞാൽ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ്സ് ആണ്. ഇനി ശ്രദ്ധിക്കണം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അക്വസ് ഇങ്ങനെയുള്ള 4 ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യുക. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അക്വസ്. നിങ്ങൾ KC എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോളിഡിന്റെ കോൺസെൻട്രേഷനും ലിക്വിഡിന്റെ കോൺസെൻട്രേഷനും 1 ആയിട്ട് അസ്യൂം ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സോളിഡിന്റെയോ ലിക്വിഡിന്റെയോ കോൺസെൻട്രേഷൻ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ആരൊക്കെയാ ബാക്കിയുള്ളത്? ഗ്യാസും അക്വസും ആണ്. അത് മാത്രം എഴുതിയാൽ മതി. ഇതാണ് KC എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഗ്യാസുകൾ പങ്കെടുക്കുന്ന റിയാക്ഷനിലാണ് KP യൂസ് ചെയ്യുക. കാരണം KPയിൽ P ഫോർ പ്രഷർ ആണ്. പ്രഷർ ഉണ്ടാക്കൽ ആരാണ്? ഗ്യാസുകളാണ്. സോ നേരത്തെ എഴുതിയ ഫോർമാറ്റിൽ നോക്കൂ, പാർഷ്യൽ പ്രഷർ ഓഫ് C റൈസ് ടു C, പാർഷ്യൽ പ്രഷർ ഓഫ് D റൈസ് ടു D by partial pressure of A raised to A by into partial pressure of B raised to B. ഈ 4 പാർഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയത്തിലെ പാർഷ്യൽ പ്രഷർ ആണ്. ഈ 4 കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയത്തിലെ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ KCയും KP നമുക്ക് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ KCയും KP തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവും. ആ റിലേഷൻ വെരി ഇമ്പോർട്ടന്റ്. KP ഈക്വൽ ടു KC ഇൻറ്റു RT റൈസ് ടു ഡെൽറ്റ n. ഇതിൽ ഡെൽറ്റ n ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾ. എങ്ങനെ നമ്മൾ ചേഞ്ച് കാണും? നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ്. പക്ഷേ ഈ ചേഞ്ച് എടുക്കുമ്പോൾ ഗ്യാസിന്റെ നമ്പർ ഓഫ് മോൾ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ, വേറെ ഒന്നും കൺസിഡർ ചെയ്യാൻ പാടില്ല. സോളിഡോ ലിക്വിഡോ അക്വസ് ഒന്നും കൺസിഡർ ചെയ്ത് ഓൺലി ഗ്യാസ്. അപ്പൊ നോക്കൂ, ഈ ഒരു റിയാക്ഷനിൽ NR ഈക്വൽ NP ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഡെൽറ്റ n ന്റെ വാല്യൂ 0 വരും. എനിത്തിങ് റൈസ് ടു 0 1 ആണ്. KP ഈക്വൽ ടു KC. അപ്പോൾ റിയാക്ഷന് KP KCക്ക് ഈക്വൽ ആവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമുക്ക് KP KC യെ കുറിച്ച് പഠിക്കേണ്ടത്. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് KPയുടെയും KCയുടെയും യൂണിറ്റ് ആവശ്യമുണ്ടാവും. KPയുടെയും KCയുടെയും യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ജനറൽ ഇക്വേഷൻ ആണ്. KPയിലെ P ഫോർ പ്രഷർ അല്ലേ, അപ്പോൾ എന്താണോ പ്രഷറിന്റെ യൂണിറ്റ് ദാറ്റ് റൈസ് ടു ഡെൽറ്റ n. ഞാനിവിടെ ATM എഴുതിയിട്ടുള്ളൂ, അത് ബാറോ പാസ്കൽ എന്തോ ആവാം. ഇനി KCയുടെ യൂണിറ്റ് കാണുമ്പോൾ എന്താണോ കോൺസെൻട്രേഷന്റെ യൂണിറ്റ്, കോൺസെൻട്രേഷന്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ ആണ്. ദാറ്റ് റൈസ് ടു ഡെൽറ്റ n. ഡെൽറ്റ n നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ റിയാക്ഷനിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റും നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റും സെയിം ആണെങ്കിൽ NR ഈക്വൽ ടു NP ആണെങ്കിൽ KPക്കും KCക്കും യൂണിറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇനി വ്യത്യസ്ത റിയാക്ഷൻസിന്റെ KCയും KPയും നമ്മൾ റിലേറ്റ് ചെയ്യാൻ ചോദിക്കും. നമുക്കൊന്ന് കണക്ട് ചെയ്യാം. A becomes B എന്ന റിയാക്ഷന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC ആണെങ്കിൽ B becomes A. അതിനർത്ഥം ഈ റിയാക്ഷൻ തിരിച്ചിട്ടു, അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1/KC ആയിരിക്കും. അപ്പോൾ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC ആണെങ്കിൽ അത് തിരിച്ചിട്ടാൽ അത് 1/KC ആയിരിക്കും. NA become NB എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റിയാക്ഷനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC റൈസ് ടു n ആയിരിക്കും. ഒരിക്കലും KC ഇൻറ്റു n അല്ല, KC റൈസ് ടു n. ഇനി അടുത്തതായി നോക്കൂ, A becomes B എന്നതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 ആണ്. ആ കിട്ടിയ B നെ ഞാൻ C ആക്കി, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2 ആണ്. അപ്പൊ A becomes B, ആ B becomes C. നമുക്ക് then A becomes C എന്ന് പറയുമ്പോൾ ഈ രണ്ട് റിയാക്ഷന്റെ സം ആണ്
എന്ന് പറഞ്ഞാൽ ഓവറോൾ റിയാക്ഷൻ ആണ്. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിൽ ബി K1 into K2. അപ്പോൾ ഒരു ഓവറോൾ റിയാക്ഷന്റെ റിയാക്ഷൻസിന് ആഡ് ചെയ്ത് കിട്ടുന്ന റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണണമെങ്കിൽ ഇൻഡിവിജ്വൽ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകളുടെ പ്രൊഡക്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് പഠിക്കാനുള്ള വിഷയമാണ് അപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ജനറലി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KCക്കും KPക്കും ഒക്കെ ബാധകമാണ്. ഞാൻ KCയുടെ ബേസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് 3 ആപ്ലിക്കേഷൻ പഠിക്കാനുള്ളത്. ഒന്ന്, പ്രഡിക്ഷൻ ഓഫ് എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ എത്രത്തോളം നടക്കുന്നുണ്ട് അതിന്റെ എക്സ്റ്റെന്റ് പ്രഡിക്ട് ചെയ്യാൻ പറ്റും. വെരി സിമ്പിൾ. R becomes P എന്ന റിയാക്ഷന്റെ Kc ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് P/R ആണല്ലോ. ഒരു റിയാക്ഷന്റെ Kc വളരെ വലുതാണ് എന്ന് പറഞ്ഞ അർത്ഥം അവിടെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് എന്നാണ്. ഒരുപാട് പ്രൊഡക്റ്റ് ഫോം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ ഒരുപാട് നടന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഒരു റിയാക്ഷന് ഒരുപാട് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്റ്റെന്റ് കൂടുതലാണ് എന്ന് പറയും. എക്സ്റ്റെന്റ് എന്ന വാക്കിന്റെ അർത്ഥം നിരക്ക്, തോത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഏറ്റവും വലിയ Kc ഉള്ള റിയാക്ഷൻ ആണ് കൂടുതൽ നടന്നിട്ടുണ്ടാവുക. ഈ Kcയുടെ വാല്യൂന്റെ ബേസിൽ കെമിക്കൽ റിയാക്ഷനെ 3 ടൈപ്പായി ക്ലാസിഫൈ ചെയ്യും. Kcയുടെ വാല്യൂ 10⁻³ വലുതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് വളരെ വലിയ വാല്യൂ ആണ്. ആ റിയാക്ഷനിൽ അവിടെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് പ്രൊഡക്റ്റ് ഡോമിനേറ്റ്. അവിടെ പ്രൊഡക്റ്റ് ഒരുപാട് ഫോം ചെയ്തിട്ടുണ്ട്. ഇക്വിലിബ്രിയം എത്തുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഒരുപാട് ഫോം ചെയ്തിട്ടുണ്ട്. ഈ Kcയുടെ വാല്യൂ ചെറുതാകും തോറും നമുക്കറിയാം റിയാക്ഷൻ അധികം നടക്കുന്നില്ല. റിയാക്ഷൻ അധികം നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്ടന്റ് ആണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഈ Kcയുടെ വാല്യൂ 10⁻³ കുറയുമ്പോഴാണ് റിയാക്ടന്റ് ഡോമിനേറ്റ് ചെയ്യുക എന്നൊരു അവസ്ഥയ്ക്ക് എത്തുക. ഇനി Kcയുടെ വാല്യൂ ഈ 10⁻³ 10⁻³ ഇടയിലാണെങ്കിൽ റിയാക്ടന്റോ പ്രൊഡക്റ്റോ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. റിയാക്ടന്റും പ്രൊഡക്റ്റും ഒരു കമ്പാരബിൾ എമൗണ്ടിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആണ് എന്നല്ല, ഒരു കമ്പാരബിൾ ലെവലിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇതാണ് എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ആണ് പ്രോബ്ലത്തിൽ കുറച്ചുകൂടി നമുക്ക് ആവശ്യം വരിക ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാം. ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷൻ ഉണ്ടാവും, ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ടാവും. ഓരോ ടൈമിലും അത് ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റും ബൈ ദിസ് ടെക്നിക്. ഇതിന് 2 കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന് Kc, അടുത്ത് QC. QCയുടെ പേരാണ് റിയാക്ഷൻ കോഎഫിഷ്യന്റ്. നമ്മൾ എങ്ങനെയാ Kc കാണുക? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഇത് ഇക്വിലിബ്രിയത്തിലെ കോൺസെൻട്രേഷൻ ആണെന്ന് നമുക്കറിയാം. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഉപയോഗിച്ചാണ് Kc കാണുക. അതുകൊണ്ട് തന്നെ Kc ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നാൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തുള്ള കോൺസെൻട്രേഷൻ ഓഫ് P/R at any time during the reaction അതിന്റെ പേരാണ് QC. അപ്പൊ Kcയും QCയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരേപോലെയാണ്. പക്ഷെ അറ്റ് എനി ടൈം QC എന്ന് വിളിക്കും, ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ അതിനെ Kc എന്ന് വിളിക്കും. അപ്പോൾ ഒരിക്കലും QC ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നോക്കാം, ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ QC കണ്ടു, അത് അതിന്റെ Kcയെക്കാളും ചെറുതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അത് ഇക്വിലിബ്രിയം എത്തിയിട്ടില്ല. ഇനി ഇക്വിലിബ്രിയം എത്തണമെങ്കിൽ ഈ QCയുടെ വാല്യൂ വലുതായി Kc എത്തണം. ഈ QCയുടെ വാല്യൂ വലുതാവണമെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് അല്ലേ കൂടേണ്ടത്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂടണമെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കണ്ടേ. സോ നമുക്ക് ഉറപ്പിക്കാം ഇനി അവിടെ നടക്കുന്ന റിയാക്ഷൻ ഫോർവേഡ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ടൈമിൽ നിങ്ങൾ QC കണ്ടു, അത് Kcയെക്കാളും വലുതാണ്. എന്താ അർത്ഥം? അത് ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലല്ല. ഇക്വിലിബ്രിയം എത്തണമെങ്കിൽ ഈ QCയുടെ വാല്യൂ കുറഞ്ഞ് Kc ആവണം. അതിന് റിയാക്ടന്റിന്റെ എമൗണ്ട് ആണ് കൂടേണ്ടത്. ഫോർ ദാറ്റ് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണം. ഒരു പർട്ടിക്കുലർ ടൈമിൽ QCയും Kcയും ഈക്വൽ ആണെന്ന് മനസ്സിലായി. എന്താ മനസ്സിലാക്കേണ്ടത്? ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറഞ്ഞാൽ ഫോർവേഡും ബാക്ക്വേർഡും ഒരേ സ്പീഡിൽ നടക്കുന്നു എന്നാണ് അർത്ഥം. ഇതാണ് prediction of direction of reaction at any time. The third application ആണ് calculation of equilibrium concentration. Equilibrium എത്തിയ സമയത്തുള്ള കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ശ്രദ്ധിക്കണം, ഇത് ഒരു ഡെറിവേഷൻ ലെവലിൽ നമ്മൾ മനസ്സിലാക്കുന്ന സാധനമാണ്. ഓരോ ടൈപ്പ് റിയാക്ഷൻസും ഇത് അപ്ലിക്കബിൾ ആണെങ്കിലും നമുക്ക് എക്സാമിന് A become B+C എന്ന ഫോർമാറ്റിൽ മാത്രമേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. +1 ബോർഡ് എക്സാമിന് A become B+C എന്ന ഫോർമാറ്റിൽ മാത്രമേ ചോദിക്കുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾ ക്വസ്റ്റ്യൻ തരും. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾ ക്വസ്റ്റ്യൻ തരും. സപ്പോസ് അത് A മോൾസ് ഓഫ് A ഇനീഷ്യലി ഉണ്ട് സങ്കല്പിക്കാം.
ആ സമയത്ത് ബി 0 ആണ്, സി 0 ആണ്. റിയാക്ഷൻ നടക്കുമ്പോൾ എന്റെ എമൗണ്ട് കുറയും. എത്ര കുറഞ്ഞു നമുക്കറിയില്ല. അപ്പോൾ എക്സ് മോൾസ് കുറഞ്ഞു എന്ന് നമ്മൾ സങ്കല്പിക്കും. എക്സ് മോൾസ് ഓഫ് എ റിയാക്ട് ചെയ്തിട്ടാണ് ആ പ്രോസസ് ഇക്വിലിബ്രിയത്തിൽ എത്തിയത് സങ്കല്പിക്കാം. അങ്ങനെ നമ്മൾ ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾ കാണാം. ഇക്വിലിബ്രിയം നമ്പർ ഓഫ് മോൾ എങ്ങനെ കാണാം? എ മൈനസ് എക്സ് എക്സ് എക്സ്. കാരണം ഇവിടുന്ന് എക്സ് പോയിട്ടുണ്ട്, ഇത് രണ്ടും എക്സ് എമൗണ്ട് കിട്ടും. പക്ഷെ നമുക്ക് വേണ്ടത് ഇക്വിലിബ്രിയം എത്തുന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ ആണ്. നമുക്ക് നമ്പർ ഓഫ് മോൾ കിട്ടിയാൽ കോൺസെൻട്രേഷൻ കാണുന്നത് വെരി സിമ്പിൾ, ഡിവൈഡഡ് ബൈ വോളിയം ചെയ്താൽ മതി. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഇൻ ലിറ്റർ ആണ്. സോ എ മൈനസ് എക്സ് ബൈ വി. ഇത് എക്സ് ബൈ വി, ഇത് എക്സ് ബൈ വി. ഇപ്പൊ നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കിട്ടി. ഇനി നമുക്ക് കെ സി കാണാമല്ലോ. എങ്ങനെ കെ സി കാണാം? എക്സ് ബൈ വി ഇൻറ്റു എക്സ് ബൈ വി ബൈ എ മൈനസ് എക്സ് ബൈ വി. ഒരു വിയും ഒരു വിയും ക്യാൻസൽ ചെയ്ത് കെ സി ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എ മൈനസ് എക്സ് ഇൻറ്റു വി. ഇതാണ് റിയാക്ഷൻ. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വേണമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്തു വെക്കാം. +1 ബോർഡ് എക്സാമിന് ഈ ഒരൊറ്റ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഇതില് കെ സി ക്വസ്റ്റ്യൻ തരും, ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾ ആയ എ ക്വസ്റ്റ്യൻ തരും, വോളിയം ഓഫ് ദ വെസലായ ബിയും തരും. നമുക്ക് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാലോ. ആ എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എ മൈനസ് എക്സ് ബൈ വി എക്സ് ബൈ വി എക്സ് ബൈ വി കിട്ടും. അതായിരിക്കും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട്സ് ഉണ്ട്. +1 ബോർഡ് എക്സാം ലെവലിൽ ഇത്രയും അറിഞ്ഞാൽ മതി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ലേ ഷാക്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. ലേ ഷാക്ലിയർ പ്രിൻസിപ്പിൾ പറഞ്ഞത് ഇക്വിലിബ്രിയത്തിൽ എത്തിയതിനു ശേഷം നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്ത് ചേഞ്ച് വരുത്തിയാലും ആ ചേഞ്ചിനെ ഇക്വിലിബ്രിയം റെസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ചേഞ്ചിനെ ഇക്വിലിബ്രിയം ക്യാൻസൽ ചെയ്യും. എന്ത് മാറ്റം വരുത്തിയാലും ആ മാറ്റത്തെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കും. അതിനുവേണ്ടി ചിലപ്പോൾ ഇക്വിലിബ്രിയം ഫോർവേഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബാക്ക്വേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ചില എക്സാമ്പിൾസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച്. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ സിസ്റ്റം എന്തിനു ശ്രമിക്കും? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ സിസ്റ്റം റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ ശ്രമിക്കും. അതിന് ഫോർവേഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടു ഫോർവേഡ്. പ്രൊഡക്റ്റിന്റെ വാല്യൂ കുറച്ചാലും അത് കൂട്ടാൻ വേണ്ടി ഫോർവേഡ് ഷിഫ്റ്റ് ചെയ്യും. വെരി സിമ്പിൾ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കുറക്കുകയോ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് കൂട്ടുകയോ ചെയ്താൽ അത് ഇല്ലാണ്ടാക്കാൻ ബാക്ക്വേർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി മനസ്സിലാക്കണം, ഇക്വിലിബ്രിയത്തിൽ സോളിഡിന്റെയും ലിക്വിഡിന്റെയും കോൺസെൻട്രേഷൻ 1 ആയതുകൊണ്ട് സോളിഡ് ആഡ് ചെയ്തതുകൊണ്ടോ ലിക്വിഡ് ആഡ് ചെയ്തതുകൊണ്ടോ ഇക്വിലിബ്രിയത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ മനസ്സിലാക്കണം, ഗ്യാസിന്റെ എമൗണ്ടിൽ വ്യത്യാസം വന്നാൽ ഇക്വിലിബ്രിയത്തിൽ മാറ്റം വരും. അക്വസിന്റെ എമൗണ്ടിൽ മാറ്റം വന്നാൽ ഇക്വിലിബ്രിയത്തിൽ മാറ്റം വരും. ഇക്വിലിബ്രിയത്തിൽ മാറ്റം വരുത്താതെ പ്യുവർ സോളിഡും പ്യുവർ ലിക്വിഡും ആണ്. അടുത്തതാണ് എഫക്ട് ഓഫ് പ്രഷർ ചേഞ്ച്. വെരി സിമ്പിൾ. പ്രഷർ ഉണ്ടാക്കൽ ആരാണ്? ഗ്യാസ് ആണ്. അതുകൊണ്ട് ഈ ചേഞ്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഗ്യാസുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. നിങ്ങൾ ഇക്വിലിബ്രിയത്തിന്റെ പ്രഷർ കൂട്ടി. പ്രഷർ കൂട്ടുക എന്ന് പറഞ്ഞ അർത്ഥം അവിടെ വോളിയം കുറക്കുക എന്നാണ്. അപ്പോ പ്രഷർ കൂട്ടി എന്ന് പറഞ്ഞാലും വോളിയം കുറച്ചു എന്ന് പറഞ്ഞാലും രണ്ടും സെയിം എഫക്റ്റ് ആണ്. പ്രഷർ കൂട്ടിയ സിസ്റ്റം എന്തിനാ ശ്രമിക്കുക? പ്രഷർ കുറക്കാൻ ശ്രമിക്കും. പ്രഷർ കുറക്കണമെങ്കിൽ ഗ്യാസിന്റെ എണ്ണം കുറയില്ല വേണ്ടത്. അതുകൊണ്ട് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടു ലെസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞെടുത്തുന്നത് മാത്രമല്ല, ഗ്യാസിന്റെ എണ്ണം കുറഞ്ഞ സ്ഥലത്ത്. നിങ്ങൾ പ്രഷർ കുറച്ചു എന്ന് പറഞ്ഞ അർത്ഥം വോളിയം കൂട്ടിനാണ്. രണ്ട് സെയിം എഫക്റ്റ് ആണ്. പ്രഷർ കുറച്ചാൽ സിസ്റ്റം എന്ത് ശ്രമിക്കും? പ്രഷർ കൂട്ടണം. പ്രഷർ കൂട്ടാൻ എന്ത് ചെയ്യണം? ഗ്യാസിന്റെ എണ്ണം കൂട്ടണം. സോ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടു മോർ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. അടുത്ത പോയിന്റ് നോക്കൂ. ഒരു റിയാക്ഷനില് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റും നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റും സെയിം ആണ്. ഇതൊക്കെ ഗ്യാസിന്റെ കാര്യമാണ്. രണ്ട് സൈഡിലും നമ്പർ ഓഫ് മോൾ സെയിം ആണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? സോ പ്രഷറിനും വോളിയത്തിനും നോ എഫക്റ്റ് ഇൻ ഇക്വിലിബ്രിയം. എപ്പോൾ? if nr equal to np about the gas. ഇതാണ് എഫക്റ്റ് ഓഫ് പ്രഷർ ചേഞ്ച്. അടുത്തത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച്. ശ്രദ്ധിക്കണം, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയ സിസ്റ്റം എന്തിനു ശ്രമിക്കും? ടെമ്പറേച്ചർ കുറക്കാൻ ശ്രമിക്കും. ടെമ്പറേച്ചർ കുറക്കണമെങ്കിൽ അവിടെയുള്ള ഹീറ്റിനെല്ലാം അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകണം. എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടു എൻഡോതെർമിക്. ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടു എൻഡോതെർമിക്. എൻഡോതെർമിക് എന്നാൽ ഹീറ്റ് അബ്സോർബ് റിയാക്ഷൻ. നിങ്ങൾ ടെമ്പറേച്ചർ കുറച്ച സിസ്റ്റം എന്തിനു ശ്രമിക്കും? ടെമ്പറേച്ചർ കൂട്ടാൻ ശ്രമിക്കും.
ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ അകത്തുള്ള ഹീറ്റ് ഒക്കെ പുറത്ത് വരേണ്ടി വരും. ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടു എക്സോതെർമിക്. ഡൗട്ട് വരാൻ പാടില്ല. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറക്കുന്ന പ്രോസസ്സാണ്. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ടാണ് എൻഡോതെർമിക് നടക്കുക. നമ്മൾ ടെമ്പറേച്ചർ കുറച്ചാൽ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എക്സോതെർമിക് നടക്കുക. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഈ എക്സോതെർമിക്കും എൻഡോതെർമിക്കും എങ്ങനെ മനസ്സിലാക്കുന്നു? അത് മനസ്സിലാക്കാൻ ഒരു 3 റിയാക്ഷൻ രീതിയുണ്ട്. R becomes P എന്ന് കഴിഞ്ഞിട്ട് ഡെൽറ്റ H പോസിറ്റീവ് കൊടുത്താൽ നമുക്കറിയാം ഡെൽറ്റ H പോസിറ്റീവ് ആണെങ്കിൽ അത് എൻഡോതെർമിക് ആണ്. ആ പറയുന്നത് ഇതിന്റെ ഫോർവേഡിനെ കുറിച്ചാണ്. ഫോർവേഡ് ആണ് എൻഡോതെർമിക്, അപ്പോൾ ബാക്ക്വേർഡ് എക്സോതെർമിക് ആയിരിക്കും. R becomes P എന്ന് പറഞ്ഞിട്ട് ഡെൽറ്റ H നെഗറ്റീവ് കൊടുത്തെങ്കിൽ മനസ്സിലാക്കണം ഡെൽറ്റ H നെഗറ്റീവ് മീൻസ് എക്സോതെർമിക്. R എക്സോതെർമിക്, ഫോർവേഡ് എക്സോതെർമിക്, ബാക്ക്വേർഡ് അപ്പോൾ എൻഡോതെർമിക് ആണ്. വേറെ രീതി R becomes P പ്ലസ് എക്സ് ജൂൾ എന്ന് പറയും. ഡെൽറ്റ എച്ച് അല്ല, R becomes P plus x ജൂൾ. അതിനകത്ത് എന്താ? R P ആകുമ്പോൾ x ജൂൾ വിട്ടുകൊടുക്കുന്നു. ദാറ്റ് മീൻസ് R P ആകുന്ന പ്രോസസ് എക്സോതെർമിക്, P R ആകുന്ന പ്രോസസ് എൻഡോതെർമിക്. ഇനി നമുക്ക് പഠിക്കേണ്ട വിഷയമാണ് എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ്. നമുക്കറിയാം കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുന്ന റിയാക്ഷൻ ആണ്. ഇക്വിലിബ്രിയത്തിൽ ഫോർവേഡ് റിയാക്ഷൻ ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ട്. എന്തും ഫോർവേഡിന്റെ സ്പീഡും കൂടും, ബാക്ക്വേർഡ് സ്പീഡും കൂടും. അതുകൊണ്ട് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ എടുക്കുന്ന സമയം കുറയും. കാരണം ഫോർവേഡ് വേഗത്തിൽ നടക്കാണ്, ബാക്ക്വേർഡ് വേഗത്തിൽ നടക്കാണ്. രണ്ടിന്റെയും വേഗത കൂടിയത് കൊണ്ട് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യണം there is no effect in equilibrium state. ഇക്വിലിബ്രിയം എത്തുന്ന സമയത്ത് ഒരു അവസ്ഥ ഉണ്ടാവല്ലോ, ഇത്ര കോൺസെൻട്രേഷൻ റിയാക്ടന്റ് ഉണ്ട്, ഇത്ര കോൺസെൻട്രേഷൻ പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രഷർ എത്രയാണ്, അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയിൽ മാറ്റം വരുത്താൻ കാറ്റലിസ്റ്റ് കൊണ്ട് കഴിയില്ല. കാറ്റലിസ്റ്റിന് സ്പീഡ് കൂട്ടാൻ കഴിയും, ടൈം കുറക്കാൻ കഴിയുന്നതല്ലാണ്ട് നോ എഫക്ട് ഇൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ള വിഷയമാണ് എഫക്ട് ഓഫ് ഇനേർട്ട് ഗ്യാസ്. ഇക്വിലിബ്രിയത്തിലോട്ട് നിങ്ങൾ ഒരു ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യാണ്. ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുമ്പോൾ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത നോർമൽ ഗ്യാസ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന് ഡീറ്റെയിൽഡ് തീരെ നമുക്ക് ആവശ്യമില്ല. 2 കണ്ടീഷൻ നിങ്ങൾക്ക് ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യാം. ഒന്ന്, അവിടുത്തെ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കെ. 2, പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കെ. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കെ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ നോ എഫക്ട് ഇൻ ഇക്വിലിബ്രിയം. അതേത് റിയാക്ഷൻ ആണെങ്കിലും ഇക്വിലിബ്രിയത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. എന്നാൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കെയാണ് ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പഠിക്കണം ഇക്വിലിബ്രിയത്തിൽ മാറ്റം വരും. ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടു മോർ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. നേരത്തെ നമ്മൾ പ്രഷറുമായി ബന്ധപ്പെട്ട് കാണാം. അപ്പൊ ഇതിന്റെ റീസൺ നമുക്ക് ഒരു കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾ അങ്ങോട്ട് കിടക്കണ്ട. കോൺസ്റ്റന്റ് വോളിയം എന്ന് കണ്ടാൽ കണ്ണും പൂട്ടി പറയാം നോ എഫക്ട് ഇൻ ഇക്വിലിബ്രിയം. കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ടു മോർ നമ്പർ ഓഫ് മോൾ. അപ്പൊ ഈ കേസിൽ എന്ത് പഠിക്കാം? റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് മോൾ സെയിം ആണെങ്കിലോ അപ്പോഴും നോ എഫക്ട് ആയിരിക്കും. അതാണ് അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ്. ഇനി അടുത്താണ് വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. Kc ആണെങ്കിലും Kp ആണെങ്കിലും ഏത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണെങ്കിലും ഈ ചാപ്റ്ററിൽ ഇനിയും ഒരുപാട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വരാണ്ട് ഏത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. വേറെ പലതിനും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ തോന്നും, ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കോൺസെൻട്രേഷൻ മാറ്റിയത് കൊണ്ടോ, പ്രഷർ മാറ്റിയത് കൊണ്ടോ, വോളിയം മാറ്റിയത് കൊണ്ടോ, കാറ്റലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ടോ, ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്തുകൊണ്ടോ ഒന്നും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറ്റം വരുന്നില്ല. ഇറ്റ് ഡിപെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. അത്രേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്നും കൂടി കടന്ന് പഠിക്കുകയാണെങ്കിൽ ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൂടും. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കുറയും. അത്ര ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമില്ലെങ്കിലും ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്താണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ചില ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. ഒന്ന്, റേറ്റ് ഓഫ് റിയാക്ഷൻ വേഴ്സസ് ടൈം. നമുക്കറിയാം ഫോർവേഡ് റിയാക്ഷൻ ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻ ഉണ്ട്. ഇക്വിലിബ്രിയത്തിൽ ആദ്യം നടക്കല് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും. കാരണം നമ്മുടെ കയ്യിൽ റിയാക്ടന്റ് അല്ലേ ഉണ്ടാവുക. ആ ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് കുറഞ്ഞു വരും. പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നതനുസരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ സ്പീഡ് കൂടി വരും. ആ രണ്ടിന്റെ സ്പീഡ് ഈക്വൽ ആകുന്ന ടൈമിൽ ആ പ്രോസസ് ഇക്വിലിബ്രിയത്തിലെത്തും. അപ്പൊ റേറ്റും ടൈമും തമ്മിൽ ഗ്രാഫ് വരക്കുമ്പോൾ അത് രണ്ടും ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ. അടുത്താണ് കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം. നിങ്ങൾ മനസ്സിലാക്കണം, ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷനും കോൺസ്റ്റന്റ് ആവും. അത് ഈക്വൽ ആവുന്നല്ല പഠിക്കേണ്ടത്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും കോൺസെൻട്രേഷൻ പ്രൊഡക്റ്റും കോൺസ്റ്റന്റ് ആവും. അപ്പൊ നോക്കൂ,
കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കുറഞ്ഞു കുറഞ്ഞു വന്ന് കോൺസ്റ്റന്റ് ആയി. കോൺസെൻട്രേഷൻ ഓഫ് പി കൂടി കൂടി വന്ന് നേരത്തെ എപ്പോഴാണോ റിയാക്ടന്റ് കോൺസ്റ്റന്റ് ആയത് ആ സമയത്ത് തന്നെ കോൺസ്റ്റന്റ് ആവും. ഈ സമയത്ത് ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്നർത്ഥം. ഇവിടെ ഇക്വിലിബ്രിയം എത്തുന്ന സമയത്ത് റിയാക്ടന്റ് എമൗണ്ട് അല്ലേ പ്രൊഡക്റ്റിനേക്കാൾ കൂടുതൽ. അങ്ങനെ ആവണമെന്നില്ല. വേറെ ഗ്രാഫ് നോക്കൂ. റിയാക്ടന്റ് എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വന്ന് കോൺസ്റ്റന്റ് ആയി, പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കൂടി 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 കോൺസ്റ്റന്റ് ആയി. ഇക്വിലിബ്രിയം എത്തുന്ന സമയത്ത് ആരാ കൂടുതൽ? പ്രൊഡക്റ്റ് ആണ് കൂടുതൽ. അങ്ങനെ സംഭവിക്കാം. അപ്പൊ രണ്ട് തരം ഗ്രാഫായി. ഞാൻ അടുത്ത ഗ്രാഫ് നോക്കൂ. റിയാക്ടന്റ് എമൗണ്ട് കുറഞ്ഞു 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 കോൺസ്റ്റന്റ് ആയി, പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കൂടി കൂടി കോൺസ്റ്റന്റ് ആയി. ഇനി നിങ്ങൾ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് സങ്കല്പിക്കുക. അപ്പോഴും ആ പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കുറഞ്ഞു കുറഞ്ഞ് നേരത്തെ എത്രയാണോ പ്രൊഡക്റ്റ് ആയത് ആ എമൗണ്ടിൽ അവസാനിക്കും. റിയാക്ടന്റ് എമൗണ്ട് കൂടി 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 കോൺസ്റ്റന്റ് ആവും. ഇനി ഇവിടെ ഇക്വിലിബ്രിയം എത്തുന്ന സമയത്ത് റിയാക്ടന്റ് ഘടന പ്രൊഡക്റ്റ് ആണ്, നേരെ തിരിച്ചു സംഭവിക്കാം. അപ്പോൾ ഈ പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണ്, ഈ പോയിന്റ് ഇക്വിലിബ്രിയത്തിലാണ്. ഈ മൂന്ന് തരം ഗ്രാഫാണ് കോൺസെൻട്രേഷൻ പഠിക്കാറുള്ളത്. ഇതാണ് റേറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാറുള്ളത്.